ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോൾവ് ഫോർ എക്സ് ആൻഡ് വൈ. √2x minus √3y is equal to 0 and √3x minus √8y is equal to 0. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ √8y വേണമെങ്കിൽ √2 വരുന്ന രീതിയിലാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഇക്വേഷൻ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതുന്നു. √2x minus √3y is equal to 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് √3x minus √8y is equal to 0. ഈ √8നെ നമുക്ക് 8 എന്ന് വെച്ചാൽ എന്താ, √4 into 2. √4 is 2. അപ്പോൾ 2√2 എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് √3x minus 2√2y is equal to 0 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ √2 √3 √3 ഇങ്ങനെയായി കണ്ടോ. √8 മാറി √2 വരുന്ന രീതിയിലായി. ഇനി നമുക്കിവിടെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പം എക്സിൻ്റെ കോഎഫിഷ്യൻസും വൈയുടെ കോഎഫിഷ്യൻസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരേപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ എക്സിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുവാണ്. എക്സിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ 2ഉം ഇവിടെ 3ഉമാണ്. അപ്പം ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 2വിനെ നമ്മൾ √2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തെഴുതാം, മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 by √3 ആൻഡ് ഇക്വേഷൻ 2 by √2. അപ്പോൾ ഇക്വേഷൻ 1നെ √3 കൊണ്ട് ചെയ്താൽ എന്ത് വരും, √2 into √3 is √6x minus √3 into √3 is 3y അല്ലേ. √3 into √3 is 3 ആയിട്ട് മാറും. 3y is equal to 0. അടുത്തത് ഇതിനെ √2 കൊണ്ട് ചെയ്താൽ എന്ത് വരും, √3 into √2 is √6x minus 2√2 into √2 എന്തായിട്ട് മാറും, √2ഉം √2ഉം കൂടെ 2 2s are 4. 4y is equal to 0. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ സബ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ, ഇതിനെ നമുക്ക് 3 എന്ന് കൊടുക്കാം, ഇതിനെ 4 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 3 മൈനസ് 4. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് ചെയ്യുമ്പം ഇതിൻ്റെ എല്ലാം സൈൻ ചേഞ്ച് ആവും. അപ്പോൾ എന്ത് വരും, ഇത് ക്യാൻസലായി പോവും. -3y + 4y എന്ത് വരും, y എന്ന് കിട്ടും. y is equal to 0. അപ്പോൾ നമുക്ക് y 0 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ടിങ് y is equal to 0 in ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താവും, √2x minus √3 into y is 0 is equal to 0. അപ്പോൾ √2x is equal to 0. ഈ ടൈം 0 ആയിട്ട് പോകും. x is equal to 0 by √2. ദാറ്റ് ഈസ് x is equal to 0. അപ്പോൾ നമുക്ക് x is equal to 0, y is equal to 0. രണ്ടും എന്തായിട്ട് കിട്ടി, 0 ആയിട്ട് തന്നെ കിട്ടി. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.